प्यारे बच्चों नमस्ते। पिछले क्लास में हमने एक कविता पढ़ा। आज हम नया पाठ शुरू करें। हमारा पाठ का नाम एम.एस. സുബ്ബലക്ഷ്മി। ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എം.എസ്. സുബ്ബലക്ഷ്മി ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിൽ മാത്രമല്ല ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അവർ. 1916 തമിഴ്നാട്ടിലെ മധുരയിലാണ് സുബ്ബലക്ഷ്മി ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ സംഗീതം അഭ്യസിച്ചിരുന്നു. അമ്മയായ ഷൺമുഖ വടിവിൽ നിന്നും ആദ്യത്തെ സംഗീത പാഠം അവർ പഠിച്ചു. പിന്നീട് പല പണ്ഡിതന്മാരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അവർ പ്രാഗൽഭ്യം നേടിയിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അധികം മുന്നിട്ടിറങ്ങാത്ത സംഗീതത്തിലേക്ക് ആദ്യമായിട്ട് വന്ന സ്ത്രീയായിരുന്നു അവർ. ഇതുകൂടാതെ അവർ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് സുബ്ബലക്ഷ്മിയാണ്. 2004 അവർ അന്തരിച്ചു. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് നോക്കൂ. എം.എസ്. സുബ്ബലക്ഷ്മി दक्षिण भारत में ही नहीं वरना पूरे विश्व में शायद ही ऐसा कोई व्यक्ति होगा जो एम.एस. सुब्बलक्ष्मी के नाम से अपरिचित हो। वे शास्त्रीय संगीत में पारंगत थे. दक्षिण भारत में ही नहीं, दक्षिण भारत മാത്രമല്ല, वरना पूरे विश्व में शायद ही ऐसा कोई व्यक्ति होगा जो एम.एस. सुब्बलक्ष्मी के नाम से अपरिचित हो. അതായത് ദക്ഷിണ ഭാരതത്തിൽ മാത്രമല്ല, പൂരെ വിശ്വ ലോകം മുഴുവൻ എം.എസ്. സുബ്ബലക്ഷ്മിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വേ ശാസ്ത്രീയ സംഗീതമേ പാരംഗതി, അവർ ശാസ്ത്രീയ സംഗീതത്തിൽ പാരംഗത് എന്ന് പറഞ്ഞാൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. 16 दिसंबर 1916 की तमिलनाडु के मदुरै शहर में उनका जन्म हुआ. उनका पूरा नाम मदुरै षणमुख वडिवु सुब्बलक्ष्मी था. संगीत की दुनिया में लोग उन्हें एम.एस. सुब्बलक्ष्मी के नाम से जानते हैं. 16 सितंबर 16 1916 1916 को तमिलनाडु के मदुरै शहर में उनका जन्म हुआ. അവർ ജനിച്ചത് തമിഴ്നാട്ടിലെ മധുരൈ നഗരത്തിൽ 1916 സെപ്റ്റംബർ 16 ഉൻക പൂരാ നാം മധുരൈ ഷൺമുഖ് വടിവ് സുബ്ബലക്ഷ്മി. ഇത് അവരുടെ പൂർണ്ണ നാമം മധുരൈ ഷൺമുഖ് വടിവ് സുബ്ബലക്ഷ്മി എന്നായിരുന്നു. സംഗീത് കി ദുനിയ മേ ലോഗ് ഉന്നെ എം.എസ്. സുബ്ബലക്ഷ്മി കെ നാം സെ ജാനത്തെ ഹെ. അവർ സംഗീത ലോകത്ത് എം.എസ്. സുബ്ബലക്ഷ്മി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഉൻകി ആവാസ് മേ ദിവ്യ പ്രഭാവ് था. बचपन से ही संगीत के प्रति उनका लगाव था. छोटी उम्र में ही उन्होंने संगीत की शिक्षा प्राप्त की. 10 वर्ष की आयु में उन्होंने अपना पहला डिस्क रिकॉर्ड किया. उनकी आवास में दिव्य प्रभाव था. അവരുടെ ആവാസ് എന്ന് പറഞ്ഞ ശബ്ദത്തിൽ, അവരുടെ ശബ്ദത്തിലൊക്കെ ഒരു ദിവ്യ മീൻസ് ഡിവൈൻ, ഒരു ദൈവികമായ ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു. ബച്പൻ സേ ഹി സംഗീത് കെ പ്രതി ഉൻകാ ലഗാവ് था. വളരെ ചെറുപ്പത്തിലെ സംഗീതത്തോട് അവർക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്, ലഗാവ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ചോട്ടി ഉമ്രമേ ഹി ഉന്നോനെ സംഗീത് കി ശിക്ഷ പ്രാപ്തി. വളരെ ചെറുപ്പത്തിൽ അവർ സംഗീത വിദ്യാഭ്യാസം നേടിയിരുന്നു. 10 വർഷ കി ആയുമേ ഉന്നോനെ അപ്ന പഹല ഡിസ്ക് റെക്കോർഡ് കിയ. വളരെ ചെറുപ്പത്തിലെ 10 വയസ്സുള്ളപ്പോഴേ അവർ ആദ്യത്തെ അവരുടെ പാട്ടിൻ്റെ ഡിസ്ക് റെക്കോർഡ് ചെയ്തു. वे प्रथम संगीतज्ञ थी जिन्होंने रमन मैग्सेसे से पुरस्कार जीता. वह एशिया का नोबेल पुरस्कार है. नारी चेतना के क्षेत्र में आगे बढ़ने वाली वह पहली महिला थी. उन्हें भारत रत्न की उपाधि से भी विभूषित किया गया. यद्यपि वह शास्त्रीय संगीत के क्षेत्र में काफ़ी प्रसिद्ध थी, तथापि हिंदुस्तानी संगीत में भी निपुण थी. वे प्रथम संगीतज्ञ थे. അവർ ആദ്യത്തെ, പ്രഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഗീതജ്ഞയായിരുന്നു. ജിന്നോനെ രമൻ മാഗ്സസെ പുരസ്കാർ ജീത്ത. ആദ്യത്തെ രമൻ മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു എം.എസ്. സുബ്ബലക്ഷ്മി. ഈ ഏഷ്യ നോബൽ പുരസ്കാർ ഹെ. ഇത് ഏഷ്യയിലെ നോബൽ പുരസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രമൻ മാഗ്സസെ ഏഷ്യയിലെ ആദ്യത്തെ നോബൽ പുരസ്കാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാരി ചേതനക്കെ ക്ഷേത്രമേ ആകെ ബഡ്നെ വാലി വ പഹലി മഹിളാദി. ആദ്യത്തെ, അതായത് സ്ത്രീകൾ ആ കാലഘട്ടത്തിലൊന്നും സ്ത്രീകൾ ഒരു ഫീൽഡിലും മുന്നിട്ടിറങ്ങില്ലായിരുന്നു. ആ സമയത്ത് ആദ്യത്തെ മഹിള, അതായത് ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്ന ആദ്യത്തെ യുവതിയായിരുന്നു അവർ. ഉന്നെ ഭാരത് രത്നയ്ക്ക് ഉപാധി സെ ബി വിഭൂഷിത് കിയാ ഗയ. പിന്നീട് അവർക്ക് ഭാരത് രത്നം നൽകി ആദരിച്ചു.
यद्यपि वह शास्त्रीय संगीत के क्षेत्र में काफ़ी प्रसिद्ध थी तथापि हिंदुस्तानी संगीत में भी निपुण थी അവർ കർണാടക സംഗീതത്തിൽ മാത്രമല്ല ഹിന്ദുസ്ഥാനി സംഗീതത്തിലും നിപുൺ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അതിലും പാണ്ഡിത്യമുള്ള ആളായിരുന്നു. उन्होंने कई फिल्मों में भी अभिनय किया. तमिल मलयालम पंजाबी आदि कई भाषाओं में उन्होंने गीत रिकॉर्ड किया. 1945 में मीरा फिल्म में उनकी भूमिका यादगार रही. इस फिल्म में गाया हुआ उनका भजन हरी तुम हरो जन की पीर अत्यंत प्रसिद्ध है. उन्होंने कई फिल्मों भी अभिनय किया. സംഗീതത്തിൽ മാത്രമല്ല അവർ അഭിനയത്തിലും കടന്നു വന്നിരുന്നു. ചില സിനിമകളിലും അവർ അഭിനയിച്ചിരുന്നു. തമിഴ് മലയാളം പഞ്ചാബി ഈ ഭാഷകളിലുള്ള കൈ ഭാഷാവും में उन्होंने गीत रिकॉर्ड किया. തമിഴ് മലയാളം അതുപോലെ പഞ്ചാബി ഭാഷകളിലും അവർ പാടിയിട്ടുണ്ട്. 1945 മീര ഫിലിം में उनकी भूमिका यादगार रही. മീര എന്ന അവർ അഭിനയിച്ച സിനിമ സാവിത്രി, ശകുന്തള, മീര ഇവയൊക്കെ ആയിരുന്നു. അതിൽ 1945 അവർ അഭിനയിച്ച മീര എന്ന സിനിമയിലെ ഭൂമിക എന്ന് പറഞ്ഞാൽ റോൾ, യാദ്ഗാർ രഹി എല്ലായ്പ്പോഴും ഓർക്കുന്ന, മെമ്മറബിൾ, യാദ്ഗാർ എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ, വളരെ മീര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഭക്ത് മീര. ആ ക്യാരക്ടർ എല്ലായ്പ്പോഴും ഓർക്കുന്നതായിരുന്നു. इस फिल्म में गाया हुआ उनका भजन ഈ സിനിമയിൽ അവർ പാടിയ ഭജൻ ഹരി തും ഹരോ ജൻ കി പീർ എന്ന ഭജൻ അത്യന്ത പ്രസിദ്ധത. അവർ പാടിയ ഹരി തും ഹരോ ജൻ കി പീർ എന്ന ഭജൻ ഇപ്പോഴും പ്രസിദ്ധമുള്ള ഒരു ഭജനാണ്. एम.एस. सुब्बलक्ष्मी पहली महिला थी जिन्होंने कर्नाटक संगीत का सर्वोत्तम पुरस्कार संगीत कलानिधि प्राप्त किया. उनके द्वारा प्राप्त किए गए प्रमुख पुरस्कार है पद्म भूषण, संगीत नाटक अकादमी पुरस्कार, संगीत कलानिधि, पद्म विभूषण, कालिदास सम्मान, इंदिरा गांधी अवार्ड आदि. एम.एस. सुब्बलक्ष्मी पहली महिला थी, ആദ്യത്തെ വനിതയായിരുന്നു എം.എസ്. സുബ്ബലക്ഷ്മി. ജിന്നോനെ കർണാടക സംഗീത് ക സർവോത്തം പുരസ്കാർ, കർണാടക സംഗീതത്തിലേക്ക് അവർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ സംഗീത് കലാനിധി നേടിയ ആദ്യത്തെ വ്യക്തിയാണ് എം.എസ്. സുബ്ബലക്ഷ്മി. കർണാടക സംഗീത ലോകത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ സംഗീത് കലാനിധി നേടിയ ആദ്യത്തെ വ്യക്തിയാണ് എം.എസ്. സുബ്ബലക്ഷ്മി. ഉൻകെ ദ്വാര പ്രാപ്തി കിയ ഗയ പ്രമുഖ പുരസ്കാർ ഹെ. ഇത് കൂടാതെ അവർക്ക് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് പത്മഭൂഷൺ, സംഗീത് നാടക് അക്കാദമി പുരസ്കാർ, സംഗീത് കലാനിധി, പത്മവിഭൂഷൺ, കാളിദാസ് സമ്മാൻ, ഇന്ദിരാഗാന്ധി അവാർഡ് ആദി. ഇതൊക്കെ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളാണ്. एम.एस. सुब्बलक्ष्मी की माँ वीणा में पारंगत थी और उनकी नानी वायलिन बजाती थी. वह संगीतज्ञों को परिवार से आई थी, अतः उनकी शिराओं में संगीत बहता था. ऐसे परिवार में पालन पोषण हुआ तो संगीत उनके जीवन का एक महत्वपूर्ण हिस्सा बन गया. कर्नाटक संगीत के उनके गुरुदेव शेम्मांगुडी श्रीनिवास अय्यर और हिंदुस्तानी संगीत के गुरुदेव पंडित नारायण राव व्यास. എം.എസ്. സുബ്ബലക്ഷ്മിക്ക് മാ വീണാമേ പാരംഗതി. അവരുടെ അമ്മയും എന്താണ് വീണയിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുപോലെ അവർ ഉൻകി നാനി വയലിൻ ബജാത്തി, അവരുടെ മുത്തശ്ശി വയലിൻ നന്നായി വായിക്കും. അമ്മ വീണയും മുത്തശ്ശി വയലിനും നന്നായി വായിക്കുമായിരുന്നു. അപ്പോൾ സംഗീതജ്ഞ പരിവാർ സെ ആയി. അങ്ങനെ അവരുടെ കുടുംബം ഒരു സംഗീത കുടുംബമായിരുന്നു. അതഹ ഉൻകി ശിരവുമേ സംഗീത് ബത്താതെ, അതുമൂലം അവരുടെ ശിരകളിലും എന്തുണ്ട്, സംഗീതം ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. ഐസെ പരിവാർ മേ പാലൻ പോഷൺ ഹുവാ തോ സംഗീത് ഉൻകെ ജീവൻ കാ ഏക് മഹത്വപൂർണ്ണ ഹിസ്സ ബൻ ഗയ. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് മൂലം അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഗീതത്തിന് വളരെ വലിയ ഒരു പങ്കുണ്ടായിരുന്നു. കർണാടക സംഗീതത്തെ ഉൻകെ ഗുരുദേവ് ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ. കർണാടക സംഗീതത്തിൽ അവരുടെ ഗുരു ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരും അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവരുടെ ഗുരു पंडित नारायण राव व्यास आയിരുന്നു. बच्चों अब हम इस पाठ के अर्थ देखेंगे. देखिए अर्थ. अपरिचित अननोन, अपरिचित अननोन, शास्त्रीय संगीत क्लासिकल म्यूजिक, शास्त्रीय संगीत क्लासिकल म्यूजिक, पारंगत वेल वर्स्ड, पारंगत वेल वर्स्ड, दिव्य डिवाइन, दिव्य डिवाइन, लगाव अटैचमेंट, लगाव अटैचमेंट, संगीतज्ञ म्यूजिशियन, संगीतज्ञ म्यूजिशियन, निपुण परफेक्ट, निपुण परफेक्ट, यादगार मेमोरेबल, यादगार मेमोरेबल, सर्वोत्तम बेस्ट, सर्वोत्तम बेस्ट. बच्चों ये अर्थ आप
लिखकर पढ़िए। धन्यवाद।